സ്ഥലം എറണാകുളം ജില്ലയിലെ പറവൂർ. 2005 ഓഗസ്റ്റ് 1 രാത്രി പതിവ് പെട്രോളിംഗ് ഇറങ്ങിയ പോലീസ് കണ്ടത് നഗരത്തിലെ ബിവറേജസ് ഔട്ട്ലെറ്റിനോട് ചേർന്ന് ഒരാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ്. പോലീസുകാർ അയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് സംഭവസ്ഥലത്താകെ പരിശോധന നടത്തി. മരിച്ചത് ബിവറേജസ് ഔട്ട്ലെറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ സുഭാഷാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. മദ്യവിൽപ്പനശാലയുടെ പിന്നിലെ മതിലാരോ കുത്തിത്തുറന്നിട്ടിട്ടുണ്ട്. ഒരു മോഷണ ശ്രമം നടന്നിരിക്കാം. അന്ന് ബിവറേജസ് ഔട്ട്ലെറ്റ് അവധിയായിരുന്നു. അതിനാൽ വലിയൊരു തുക ഷോപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതറിഞ്ഞായിരിക്കാം അവരെത്തിയത്. മതിൽ കുത്തിത്തുരക്കുന്നത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുഭാഷ് കണ്ടിട്ടുണ്ടാകാം. അയാൾ അത് തടയാൻ ശ്രമിച്ചതിനിടയിലാകാം കൊലപാതകം എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തി. സംഭവ സ്ഥലത്ത് നിന്നും പ്രതികളിൽ എത്തിക്കാവുന്ന തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചില്ല. പ്രതിയെ തിരിച്ചറിയാൻ സാക്ഷികളുമില്ല. സംഭവശേഷം നഗരത്തിലാകെ പോലീസ് പരിശോധന നടത്തി. സംശയകരമായി ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താനായില്ല. ഇതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ ആരംഭിച്ചു. അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. എന്നാൽ അവർക്കും കൊലപാതകിയെ കണ്ടെത്താനായില്ല. അതിനുശേഷം ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം 2006 അടുത്ത കൊലപാതകം നടക്കുന്നത്. സ്ഥലം എറണാകുളം ജില്ലയിലെ തന്നെ പുത്തൻവേലിക്കര. 2006 ഒക്ടോബർ 3 നെടുമ്പള്ളി രാമകൃഷ്ണന്റെ ഭാര്യ ബേബിയെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കിടപ്പുമുറിയിൽ ഭാര്യ ബേബിയുടെ മൃതദേഹത്തിനരികെ അബോധാവസ്ഥയിൽ രാമകൃഷ്ണനെയും കണ്ടെത്തി. രാമകൃഷ്ണനെ അക്രമികൾ ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. ബേബിയുടെ കൈയേറ്റം വെട്ടിയെടുത്തിട്ടുണ്ട്. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് വീട്ടിൽ കവർച്ച നടന്നിട്ടുണ്ട്. പണവും ആഭരണങ്ങളുമെല്ലാം കവർന്നിരിക്കുന്നു. തെളിവുകൾ നശിപ്പിക്കാൻ മുറിയിൽ മണ്ണെണ്ണ ഒഴിച്ചു. പാചകവാത സിലിണ്ടർ തുറന്നിട്ടു. പ്രതിയെക്കുറിച്ച് എത്തും പിടിയും പോലീസിന് ലഭിച്ചില്ല. ഇതര സംസ്ഥാന മോഷണ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നും നിഗമനത്തിലായിരുന്നു പോലീസ് എത്തിയത്. അപ്പോഴും പറവൂർ സുഭാഷ് കൊലക്കേസിൽ അന്വേഷണം തുടരുന്നുണ്ടായിരുന്നു. പുത്തൻവേലിക്കര ബേബിയെ കൊന്ന കേസിൽ പ്രതിയെന്ന് സംശയിച്ച് കൊടും ക്രിമിനലായ ഒളാട്ടപ്പുറത്ത് ഷിബുവിനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി. അന്വേഷിച്ചപ്പോൾ കേസിൽ ഇയാൾക്ക് ഒരു പങ്കുമില്ലെന്ന് തെളിഞ്ഞു. പക്ഷെ ക്രിമിനൽ സ്വഭാവമുള്ള നിരവധി ആളുകളെ കുറിച്ച് ഇയാളിൽ നിന്ന് പോലീസിന് വിവരം ലഭിച്ചു. മാളയ്ക്ക് സമീപം കൃഷ്ണൻകോട്ടയിൽ വിവിധ കേസിൽപ്പെട്ട പ്രതിയായ തമ്പിയെ കുറിച്ച് അറിയുന്നത് അങ്ങനെയാണ്. പറവൂർ പോലീസ് തമ്പിക്ക് പിന്നാലെ കൂടി. തമ്പിയിൽ നിന്നാണ് ജയാനന്ദൻ എന്ന ക്രിമിനലിനെ കുറിച്ച് പോലീസ് കൂടുതൽ അറിയുന്നത്. പോലീസ് ജയാനന്ദനെ രഹസ്യമായി നിരീക്ഷിച്ചു തുടങ്ങി. 3 വർഷം മുൻപ് മോഷണക്കേസിൽ പ്രതിയായതിനു ശേഷം നാട്ടിൽ ആരുമായും ജയാനന്ദന് അടുപ്പമില്ലായിരുന്നു. ഭാര്യയും മക്കളും ഉണ്ടെങ്കിലും വീട് മിക്കവാറും അടഞ്ഞു കിടന്നു. പകൽ സമയം കൂടുതലും ജയാനന്ദൻ വീട്ടിൽ തന്നെ ഉണ്ടാകും. ഇത് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു. ഇയാളെ ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനിക്കുന്നു. ജയാനന്ദനെ അറസ്റ്റ് ചെയ്തു. ആദ്യം ഒന്നും പറയാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് കൊലപാതകങ്ങൾ ഓരോന്നായി പ്രതി ഏറ്റു പറഞ്ഞു. ജയാനന്ദന്റെ 6ാമത്തെ കൊലപാതകമായിരുന്നു ബിവറേജസ് ജീവനക്കാരനായ സുഭാഷിന്റേത്. ഒരു ബന്ധുവിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് പറവൂരിലെ ബിവറേജസ് കോർപ്പറേഷന്റെ ചില്ലറ മദ്യവിൽപ്പനശാലയിലെ വിറ്റുവരവ് ലക്ഷങ്ങളാണെന്ന് അറിഞ്ഞത്. മോഷണ ശ്രമത്തിനിടെയാണ് സുഭാഷിനെ കൊന്നതെന്നും ജയാനന്ദൻ തുറന്നു പറഞ്ഞു. 7ാമത്തെ കൊലപാതകം പുത്തൻവേലിക്കരയിൽ ആയിരുന്നു. രാമകൃഷ്ണനെ തലയ്ക്ക് കമ്പിക്കടിച്ചു വീഴ്ത്തിയ ശേഷം ഉറങ്ങുകയായിരുന്ന ബേബിയെ തലക്കടിച്ച് കൊല്ലുകയായിരുന്നുവെന്നും സ്വർണ്ണവള ഊരിയെടുക്കാൻ പ്രയാസമായിരുന്നതിനാലാണ് കൈ വെട്ടി മാറ്റിയതെന്നും പ്രതി ഏറ്റുപറഞ്ഞു. 2003 സെപ്റ്റംബറിൽ തൃശൂർ ജില്ലയിലെ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന കൊലപാതകമായിരുന്നു ജയാനന്ദന്റെ തെളിയിക്കപ്പെട്ട ആദ്യ കേസ്. പഞ്ഞിക്കാരൻ ജോസ് എന്നയാളായിരുന്നു കൊല്ലപ്പെട്ടത്. രാത്രിയിൽ ജോസിന്റെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന ജയാനന്ദൻ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അയാളുടെ തലയ്ക്ക് ഇരുമ്പ് പാര കൊണ്ട് അടിച്ച് കൊല്ലുകയായിരുന്നു. സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയ പോലീസിന് ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല. വിരലടയാളങ്ങളോ സാക്ഷികളോ മറ്റു തെളിവുകളോ ഒന്നും ലഭിച്ചില്ല. പോലീസിന്റെ പരാജയം വലിയ വിജയമായാണ് ജയാനന്ദൻ കണക്കാക്കിയത്. കേസിൽ പോലീസ് തന്നിലേക്ക് എത്താതിരുന്നത് ജയാനന്ദന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഒരിക്കലും താൻ പിടിക്കപ്പെടില്ലെന്നും അയാൾ കരുതി. 2004 മാർച്ച് 26 2ാം കൊലപാതകം. മാള പള്ളിപ്പുറം കളത്തിപ്പറമ്പിൽ നബീസ, മരുമകൾ ഫൗസിയ എന്നിവരെയും കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചാണ് ജയാനന്ദൻ കൊന്നത്. മറ്റൊരു മരുമകളായ നൂർജഹാനും അന്ന് ആക്രമിച്ചെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. 32 പവനോളം ആഭരണങ്ങളും അവിടെ നിന്നും ജയാനന്ദൻ കവർന്നു. മറ്റു കൊലപാതകങ്ങൾ പോലെ തന്നെ തെളിവുകൾ അവിടെയും അവശേഷിപ്പിച്ചിരുന്നില്ല. അതിനാൽ തന്നെ പ്രതി ജയാനന്ദനാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പിന്നീട് CBI എത്തിയിട്ടും കേസ് തെളിയിച്ചില്ല.
2004 ഒക്ടോബറിൽ വീണ്ടും രണ്ടുപേരെ കൊലപ്പെടുത്തി. കളപ്പുര സഹദേവനും ഭാര്യ നിർമ്മലയുമായിരുന്നു ഇരകൾ. അവിടെ നിന്ന് 11 പവൻ സ്വർണവും പ്രതി കവർന്നു. 2005 മെയ് മാസത്തിലായിരുന്നു അടുത്ത കൊലപാതകം. വടക്കേക്കരയിലുള്ള ഏലിക്കുട്ടി എന്ന വയോധികയായിരുന്നു കൊല്ലപ്പെട്ടത്. രാത്രിയിൽ വീട്ടിൽ കടന്ന ജയാനന്ദൻ ശബ്ദം കേട്ടുണർന്ന ഏലിക്കുട്ടിയെ തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. പിന്നീടാണ് പറവൂർ ബിവറേജസ് ജീവനക്കാരൻ സുഭാഷിനെ കൊലപ്പെടുത്തിയത്. അവസാന കൊലപാതകമായിരുന്നു 2006 ഒക്ടോബറിൽ നടന്ന പുത്തൻവേലിക്കരയിലെ രാമകൃഷ്ണന്റെ ഭാര്യ ബേബിയുടേത്. ഈ കാലയളവിൽ എറണാകുളം, തൃശൂർ അതിർത്തി മേഖലകളിൽ നടന്ന പല മോഷണങ്ങളുടെയും പിന്നിൽ ജയാനന്ദനായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച സ്ത്രീകളായിരുന്നു ലക്ഷ്യം. 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ജയാനന്ദൻ ഉണ്ടായിരുന്നുള്ളൂ. സിനിമകളിലെ അക്രമരംഗങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പല മോഷണങ്ങളും കൊലപാതകങ്ങളും നടത്തിയതെന്നായിരുന്നു ജയാനന്ദന്റെ മൊഴി. വിരലടയാളം പതിയാതിരിക്കാൻ കയ്യിൽ സോക്സ് ധരിച്ചാണ് കൃത്യം നടത്തിയിരുന്നത്. മണ്ണെണ്ണ സ്പ്രേ ചെയ്തും ഗ്യാസ് തുറന്നുവിട്ടും തെളിവ് നശിപ്പിക്കുന്ന രീതിയും സിനിമയിൽ നിന്നാണ് പഠിച്ചതെന്ന് ജയാനന്ദൻ പോലീസിനോട് പറഞ്ഞു. ആദ്യം വധശിക്ഷയ്ക്ക് വിധിച്ച ജയാനന്ദനെ പിന്നീട് ജീവിതാവസാനം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. ജയിലിലും അടങ്ങിയിരുന്നില്ല ജയാനന്ദൻ. 2 തവണ ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ജയാനന്ദനെ ഊട്ടിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പിന്നീട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് സഹതടവുകാരനോടൊപ്പം ജയിൽ ചാടി. പിന്നീട് തൃശ്ശൂരിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ജയാനന്ദൻ ജയിൽ ചാടുന്നതും പിന്നീട് ഇയാളെ പോലീസ് പിടികൂടുന്നതും സിനിമയെ വെല്ലുന്ന കഥയാണ്. ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് ജയാനന്ദൻ എന്ന റിപ്പർ ജയാനന്ദൻ.